ചുക്കു ഇന്ന് രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. വാട്ടർ ബ്രേക്കായി. ഞങ്ങൾ രാവിലെ പിള്ളേർക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. റെഡിയായി പിള്ളേർ ഇവിടെ ഇരിക്കുന്നു, വീട്ടിലിരിക്കുകയാണ് കേട്ടോ. അപ്പം ബ്രെഡൊക്കെ കഴിച്ചിരിക്കും കേട്ടോ. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിലുള്ള വായന എന്നാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ചു. രാവിലെ പ്ലസ്സാണ്. ചുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നു. പെയിൻ ഇപ്പോൾ 10 മിനിറ്റ് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം രാവിലെ 5:20. ഇന്ന് ഡിസംബർ 25. അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പയ്യെ ഒത്തിരി വാട്ടർ ബ്രേക്ക് ആയില്ലോ, കുറച്ചല്ലേ ആയല്ലോ? ഫുള്ള് പോയിട്ടില്ലല്ലോ? ഫുള്ള് പോയിട്ടുണ്ടോ? ഇല്ലോ. നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. സ്നോയൊന്നും ശരിക്കും മെൽറ്റായിട്ടില്ല റോഡിലെ. സമയം 5:30 അല്ലേ? അല്ല, എത്ര പെയിനാന്ന് പറഞ്ഞാലും വേദനയാന്ന് പറഞ്ഞാലും പിള്ളേര് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കൂടുതലുള്ളപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള. എൻ്റെ വാട്ടർ ലീക്കായ സമയത്ത് ശരിക്കും ഞാനും ഒന്ന് പേടിച്ചു. നല്ല വേദന ഉണ്ടായിരുന്നല്ലോ. അതന്നെ നോക്കി നിൽക്കുന്ന കണ്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. അവർ പേടിച്ചു പോകുന്നുള്ള ഓർത്തപ്പോഴേക്കും പിന്നെ ഞാൻ എൻ്റെ ഇമോഷൻസും ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്തിട്ട് മറ്റേ മതി. അതായത് രാവിലെ അപ്പമൊക്കെ പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ അപ്പം ചുട്ട് പിള്ളേർക്ക് ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം രാത്രി 1 മണി തൊട്ട് തുടങ്ങിയ പെയിനായിരുന്നു. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഇടവിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഒന്ന് ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോഴേക്കും ആ വേദന അങ്ങ് മാറിയ പോലെ. അപ്പോൾ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലല്ലോ ഓർത്തുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. വെജിറ്റബിൾ ചിക്കൻ അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇതായ. അപ്പോൾ അടുത്ത പെയിനും, അതായത് 10 മിനിറ്റ് കൂടുമ്പോഴല്ലേ ഇപ്പോൾ പെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. റിലാക്സ് ആവാനുള്ള ടൈം ഇടയിൽ കിട്ടുന്നത് നല്ല കാര്യം. അങ്ങനെ ഞങ്ങൾ 4 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഹോസ്പിറ്റൽ. കറക്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വീണ്ടും കോൺട്രാക്ഷൻ വന്നു. കുറച്ച് നേരം അങ്ങനെ സ്റ്റക്കായിരിക്കുമായിരുന്നു. ലിഫ്റ്റിന് പോലേക്കോ. ഫസ്റ്റ് ടൈമാണ് വെളുപ്പിന് നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലേ? അത്രയും വെളുപ്പിന് വരുന്നത്. ശരി, 7 മണിയായപ്പോൾ ജോണിക്കുട്ടിയുടെ സമയത്ത് 7 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഈ റൂമിനകത്താണ് ഡെലിവറി നടക്കുന്ന സമയത്ത് നടക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഓൺ റൂമിലേക്ക് മാറ്റുന്നത്. സമയം 5:45 ഉള്ളൂ. 2 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് നൈറ്റ് സ്റ്റാഫ് അങ്ങ് പോയാനല്ലേ? എൻ്റെ ഒരു നേഴ്സ് പക്ഷെ പറയാൻ പാടില്ല. എന്നാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന നൈറ്റ് സ്റ്റാഫ് ഡെലിവറി എടുക്കും. അതെ, നേരെ വിളിക്കാറും കൂടി ആയില്ലേ? വിളിക്കാറും കൂടി ആയില്ല. ഒരു സൂപ്പർ ടയർഡായിരിക്കും. കാരണം ചക്കയുടെ ഡെലിവറി നൈറ്റിലായിരുന്നു, 1 മണി 2 മണി സമയത്ത്. ഡെലിവറിക്ക് പാടുണ്ടായില്ല. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ് അവരെല്ലാം കൂട്ടി തുന്നിക്കിട്ടി 10-15 സ്റ്റിച്ചും. അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് അതെല്ലാം കട്ട് ചെയ്ത് റീസ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു. 4-5 മണിക്കൂറാണ് സ്റ്റിച്ചിടാൻ വേണ്ടി കിടന്നത്. നൈറ്റ് ഹൊറിബിളാണ്. പക്ഷെ എല്ലാ പ്രാവശ്യം ഒരുപോലെയാണെന്നില്ല കേട്ടോ. ടെൻഷൻ വരുന്നു. ടെൻഷൻ അടിക്കണ്ടെന്നേ. മുടി പൊക്കി കെട്ടിവെക്കാല്ലേ? ഇവിടുന്ന് ഡ്രസ്സ് കൊണ്ട് തരുമല്ലോ. അപ്പോൾ അതുകൂടെ മാറിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിടന്ന് ചിലപ്പോൾ ഏതെങ്കിലും വേദന കൂടിയാലോ. സമയം 5:56. 7:00-ക്കാണ് അടുത്ത സ്റ്റാഫ് വരുന്നത് അല്ലേ? അതായത് മോർണിംഗ് സ്റ്റാഫ് വരുന്നത്. പിടിച്ചിരിക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവർ മോണിറ്റർ ചെയ്യുവാണ്. 20 മിനിറ്റ്സ് മോണിറ്റർ ചെയ്യും. സാധാരണ ഒരു ഡ്രസ്സ് കൊണ്ട് തരുന്നതായിരുന്നു. ഞാൻ ചോദിക്കാനും മറന്നുപോയി.
ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കുമോ? അല്ല, ലേബർ ടൈമിൽ കിട്ടുള്ള ഉടുപ്പ് ചീത്തയായി പോലെ. കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അങ്ങ് കൂളാവും. ഈ ഡെലിവറി വരെയുള്ള സമയം അല്ലേ? രാവിലെ ആയതുകൊണ്ട് പിള്ളേർ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ എണീറ്റിരിക്കുന്നു. വേറെ 2 പേരും കൂടെ ഉണ്ടല്ലേ? ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഓൾറെഡി 2 ബേബീസ് വന്നു എന്നാ പറഞ്ഞേ. ക്രിസ്മസ് ബേബി ഇവിടെ ബർത്ത് ആയത് അല്ലേ? പിന്നെ ആണെങ്കിൽ പിള്ളേർ അങ്ങനെ ഇരിക്കുന്നു. ഒരു പല്ലൊക്കെ തേച്ചൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ്. അവർക്ക് ഇന്ന് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റൊക്കെ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാണ്. അതിൻ്റെ പാക്കറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അതൊക്കെ പൊട്ടിച്ചോട്ടെ ഇങ്ങനെ ഇരിക്കുന്നു. വന്നപ്പോഴായിരുന്നു 5:45 കഴിഞ്ഞപ്പോൾ. 5:45 അതായത് ഇപ്പോൾ നമുക്ക് 15 മിനിറ്റിനുള്ളിലാണ് കൺട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. കൺട്രാക്ഷൻ്റെ സമയത്ത് ഒരു രക്ഷ ഉണ്ടാകത്തില്ല. അത് കഴിയുമ്പോഴേക്കും ഒരു ആശ്വാസം ഉണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പേസ് കിട്ടുന്നതല്ലേ? 10-15 മിനിറ്റ് ഇപ്പം കിട്ടുന്നുണ്ട്. പക്ഷേ പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനാണ്. ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നൈറ്റ് സ്റ്റാഫ് പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പം 6:15 7:30 മോർണിംഗ് സ്റ്റാഫ് വരത്തുള്ളൂ. ഒന്നാമത് നൈറ്റ് സ്റ്റാഫ് കുറവാണ്. പിന്നെ ഓൾറെഡി 2-3 ഡെലിവറി ഇപ്പോഴുണ്ട് സെയിം ടൈമിൽ. കൺട്രാക്ഷൻ നമുക്ക് സെയിം സ്ക്രീനിൽ കാണാൻ പറ്റും വേറുള്ളവരുടെയും കൺട്രാക്ഷൻ വരുന്നത്. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. അപ്പോൾ ആ സെയിം ടൈമിൽ നമുക്ക് വരണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. സെയിം സിറ്റുവേഷൻ ആയിരുന്നു ചക്കിയുടെ സമയത്ത്. സ്റ്റാഫ് കുറവായി കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടി വരും. നമ്മുടെ 3 ഡെലിവറിക്കകത്തും എപ്പിഡ്യൂറൽ ചുക്കെടുത്തായിരുന്നോ? ഇല്ല, ആദ്യത്തേത് ഓപ്പറേഷൻ ആയിരുന്നല്ലോ. അതും ഈ പറഞ്ഞല്ലോ എമർജൻസി ആയതുകൊണ്ട് ജനറൽ അനസ്തേഷ്യ ആയിരുന്നു. എപ്പിഡ്യൂറൽ എടുക്കാനുള്ള ടൈമില്ലായിരുന്നു. പിന്നെ ചക്കിയുടെയും ഈ പറഞ്ഞ പോലെ തന്നെ ടൈം കിട്ടിയില്ല. എപ്പിഡ്യൂറലിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 3ഉം പെയിൻ മെഡിസിൻ ഇല്ലാണ്ടുള്ള ഡെലിവറി ആയിരുന്നു. ലാഫിംഗ് ഗ്യാസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതോ ഈ സാധനം എങ്ങനെ ഈ പ്രാവശ്യത്തിന് ബാക്ക് പെയിൻ ഒക്കെ വരും ഇങ്ങനെ പറഞ്ഞേക്കാം അല്ലേ? ഒന്നും അറിയത്തില്ല. സമയം പോലെ അല്ലേ? സമയം 6:32 അവർ വന്ന് ചെക്ക് ചെയ്ത് PV ഒക്കെ ചെയ്തു. PV ചെയ്തപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാം, ഇനിയും ശരിക്കും കുറച്ച് കംപ്ലീറ്റ് ആകാനുണ്ടോ അങ്ങനെ. അത് ഞാൻ പറഞ്ഞു ഇച്ചിരി വീട്ടിൽ പോയിട്ട് വന്നാലോ. പക്ഷേ ഇപ്പോൾ റെസ്റ്റ് പെയിൻ ഭയങ്കര പെയിനാണ്, നടക്കാൻ പറ്റാത്ത പോലത്തെ പെയിനാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ റെസ്റ്റ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം രാവിലെ ഒരു 7:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് നടക്കാനൊക്കെ സ്റ്റെപ്പൊക്കെ കയറാനൊക്കെ തുടങ്ങാം. നമ്മൾ നോർമലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരുടെ ലൈൻ എങ്ങനെ ചെക്കു? അല്ല, വരുന്നത് നേരെ കയറി കിടന്ന് പ്രസവിക്കുക, നേരെ വരിക, കയറി കിടക്കുക, പ്രസവിക്കുക, കൊച്ചിനായിട്ട് പോവുക. അതാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളോട് പറഞ്ഞ് തിരിച്ച് വെക്കോളാം. പിന്നെ ഇതിപ്പോൾ ഇത്രയും 6:30 നേരം ആയതുകൊണ്ട് പിന്നെ പുറത്ത് ഇരുട്ടുവാണല്ലോ. ഇവിടെ ഇപ്പോൾ ഇരുട്ടിൻ്റെ ഇത് കൂടുതലല്ലേ. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഫ്യൂ അവേഴ്സ് കൂടെ നോക്കിയിട്ട് നീക്കോക്കൊന്നും ഇല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ. എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാവും എന്നാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പോൾ അതുവരെ ഇങ്ങനെ ചുമ്മാ കിടക്കണ്ട, വേണമെങ്കിൽ പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പോരെ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഹോട്ട് വാട്ടർ ബാഗ് തന്നിട്ടുണ്ട്. പിന്നെ വാം ബ്ലാങ്കറ്റ് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് രാത്രി 1 മണിക്ക് പെയിൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി നേരം ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയെന്ന്. ഞാൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. കുറച്ച് നേരമല്ല, എനിക്ക് തോന്നുന്നു രാവിലത്തെ അത് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. മറ്റൊന്നും അറിഞ്ഞിട്ട് പോലും നല്ല കൂർക്കം വിളിച്ച് ഉറങ്ങുമായിരുന്നു. എന്നാ ഇവർ പുറത്തൊക്കെ പോയി വരാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പെയിൻഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിൽ നിന്ന് ചേഞ്ച് ആവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്കെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ വരുമ്പോഴുള്ള പെയിൻ ഭയങ്കര പെയിനാണ്. അത് ഇങ്ങനെ പുറത്ത് പബ്ലിക്കിലൊക്കെ പോയി നിന്നിട്ട് അങ്ങനെ ആ വേദന നിൽക്കുന്നത് ഭയങ്കര നാണക്കേട്. അപ്പം അതുകൊണ്ടാണ് പുറത്ത് പോകാൻ ഒരു ഇത് കാണിക്കാത്തത്. എനിക്കും ബെഡ് കൊണ്ട് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ബ്ലാങ്കറ്റൊക്കെ തന്ന് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ രാവിലെ സമയം ഇപ്പം 8:15 അല്ലേ? 8:15.
ഇപ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ കൺട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നു, ചായ, സാൻഡ്വിച്ച്, എനിക്കൊരു കോഫി കൊണ്ടുവന്നു, ചുക്കൊരു പൊഴിച്ചുണ്ട് കേട്ടോ. അടുത്ത കൺട്രാക്ഷന് മുമ്പ് അത്യാവശ്യം കഴിച്ചോട്ടോ. സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലറൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല, കൺട്രോളല്ലേ. ലേബർ ശരിക്കും സ്റ്റാർട്ടായിട്ട് ഇതാവത്തുള്ളൂ. സംഭവം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടില്ല, ശരിക്കും ഓപ്പൺ ആയിട്ടില്ല, 2 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അവർ എന്തെങ്കിലും മെഡിസിൻസ് വേറെ എന്തെങ്കിലുമൊക്കെ അവർ തരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നോക്കിയിരുന്ന അവസാനം ഒന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായില്ല, കിട്ടിയില്ല. അപ്പോൾ നമ്മൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാരസെറ്റമോളല്ലേ ഇത്, അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കാൻ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പതുക്കെ ഒന്ന് സ്റ്റെപ്പൊക്കെ ഒന്ന് കയറി നടക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോകുന്നില്ല, ഷൂ ഇടണം, അല്ല സോക്സ് മാത്രം ഇട്ടാലും മതിയാവും. അങ്ങനെ ഞങ്ങൾ ചിക്കു ഡ്രസ്സൊക്കെ മാറി തലയിൽ കീറിയിട്ടൊന്ന് പുറത്തിറങ്ങി നടക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓക്കെ അല്ലേ, നമ്മൾ പോകല്ലേ? ഇല്ല, നമ്മളങ്ങനെ ഡെലിവറി റൂമിൽ നിന്ന് പതുക്കെ നമ്മളൊന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി നടന്നിട്ട് നോക്കാം അല്ലേ. വേണമെങ്കിൽ നല്ല ധൈര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോകാം. പിന്നെ നമ്മൾ നോക്കി പെട്ടെന്ന് ഓടിപ്പോയിട്ട് വരണത്തിന് റോഡൊക്കെ തെന്നി കിടക്കുവാണ്. എനിക്ക് ഞാൻ വീട്ടിൽ പൊക്കോളാൻ അവർ പറഞ്ഞു, പക്ഷെ എങ്ങനെ വന്നാലും ഈ 15 മിനിറ്റുള്ളിൽ പെയിൻ വരാതെ നല്ല വേദനയുണ്ട്. അത് പിള്ളേരും കൂടെ ഉള്ളപ്പോൾ അവർ പേടിക്കണ്ടല്ലോ ഓർത്തൊന്നും കൂടെയാണ് ഞാൻ ഉച്ചയ്ക്ക് പോകാത്ത. ഇപ്പോൾ സമയം 9:15. ഇപ്പം നമ്മൾ വന്നിട്ട് 5:30 വന്നതാണ്. ഓൾമോസ്റ്റ് 3 മണിക്കൂർ കഴിഞ്ഞല്ലേ. അങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 4ാം നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് 8 നിലയാണ് മൊത്തം ഈ ഹോസ്പിറ്റലുള്ളത്. അപ്പം ഇവിടുന്ന് മുകളിലേക്കൊന്ന് കയറി വന്നല്ലേ. സമയം 9:21. ഇപ്പോൾ പുറത്ത് ഇരുട്ടാണ്. ഇതാണെങ്കിൽ പുറത്ത് മഴയാണ്. രാവിലെ മണ്ണായിരുന്നു, ഇപ്പോൾ +2 ഒക്കെയാണ്. ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. വാട്ടറും ബ്രേക്ക് ആയതിനു ശേഷം ഇനിയും കാത്തിരിക്കുന്നത് ഭയങ്കര മറ്റൊരു കിച്ചറോട് നേരത്തെ ഇതായിരുന്നു അല്ലേ. 3.5 മണിക്കൂറായില്ലേ നമ്മളിപ്പോൾ. ജോണിക്കുട്ടിയുടെ നമ്മളൊരു 2 മണിയൊക്കെ എപ്പോഴും പെയിൻ തുടങ്ങി 7:30 ആയപ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. അവർ ചെക്ക് ചെയ്തു, ഓക്കെ പോയിട്ട് പോരേന്ന് പറഞ്ഞു. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഒരു 11:30 ആയപ്പോഴേക്കും ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെയിൻ കൂടി. എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ നോക്കുമ്പോഴേക്കും അത്രയും ഇത് വരുന്നില്ലാത്ത പോലെ തോന്നുന്നു, അത്രയും കൺട്രാക്ഷൻ വരുന്നില്ല. ചിലപ്പോൾ നാളെ ആയിരിക്കാം, ചിലപ്പോൾ ക്രിസ്മസ് 20 ഇന്നായിരിക്കാം, നാളെ ആയിരിക്കാം. 3 പേരാണ് ലേബർ വാർഡിൽ മൊത്തം ഉള്ളൂ. അതിൻ്റെ അകത്ത് ലേബർ വാർഡിൽ 3 പേരെ നടക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടില്ല. അതിൽ ഒരാൾ എപ്പിഡ്യൂറിലൊക്കെ ഇട്ടിട്ട് മരിക്കുന്നു. ഇത് കണ്ടു കാര്യം പറയണതിൻ്റെ ഇടയ്ക്ക് ഇത്ര ഭയങ്കര ആക്റ്റീവായിട്ട് പെട്ടെന്ന് അങ്ങ് പെയിൻ വരുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നില്ല. ഞാൻ റിലീസാകുമ്പോൾ മാറി ഇങ്ങനെ 3 പേരാണ്. അപ്പം 3 പേരെ നടത്താനായിട്ട് വിട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ നല്ല ഉത്സാഹപൂർവ്വം നടക്കുന്നുണ്ട്, എപ്പിഡ്യൂറിലൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. വേറൊരാൾ നടക്കാൻ വിട്ടാൽ അവിടെ കൗച്ചിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ ചാഞ്ചി കിടന്ന് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഇവർ നടക്കണപ്പോൾ ഇപ്പം ഇന്നായില്ലെങ്കിൽ പിന്നെ ഇനി ഇങ്ങനെ വേദന സഹിച്ച് കിടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ പുഷ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കും. നാട്ടിലെങ്ങനെയായിരിക്കും? എനിക്ക് നമുക്ക് എക്സ്പീരിയൻസ് വെച്ചു. നാട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു നാട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, മറ്റേ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടറിൻ്റെ സമയം നോക്കി. ഡോക്ടറിൻ്റെ എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട്, അതുകൊണ്ട് ഡേറ്റ് 40 ആഴ്ചയൊന്നും നിൽക്കത്തില്ല. 37-38 ആഴ്ച കഴിയുമ്പോഴേക്കും അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഓപ്പറേഷന് വേണ്ടി ഇട്ടെടുക്കുന്നു. ഇവിടെ മാക്സിമം നോർമൽ ആകാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ ഓടിക്കും. പിന്നെ നോർമൽ ആക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ടെന്ന് തോന്നുന്നു, ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതുപോലെ ഹസ്ബൻഡിനെ കൂടി കൊണ്ടുപോകുന്ന രീതിയിൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് അത്യാവശ്യമായിട്ട് നാട്ടിലെല്ലാവരും വേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഉപരി ആ ഒരു പെയിൻ എല്ലാം അറിഞ്ഞ ഇത് ഭാര്യയുടെ മാത്രം എന്താ പറയുക പെയിനോ അല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ. ഒരു ഫാമിലി, അതായത് അപ്പനും അമ്മയും കുഞ്ഞും എല്ലാവരും കൂടെ കൂടുന്നതാണല്ലോ. അത് ഒരുമിച്ച് തന്നെ ഇത് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. എനിക്കൊന്ന് നാട്ടിൽ മിക്കയിടത്തും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. കൺട്രാക്ഷൻ വന്നു കഴിയുമ്പോഴേക്കും ചെറിയ എവിടെയും പിടിച്ചിരിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ. ബലത്തിൽ പിടിച്ചിരിക്കുമ്പോൾ ആശ്വാസമൊന്നും പറയാനില്ല. വേദന വരുമ്പോൾ മരണവേദന, അതല്ലാത്തപ്പോൾ ഇതന്നെ വരാത്ത എന്നുള്ള ചിന്ത.
ചിക്കു ഡിസംബർ 12 ആണല്ലോ 2 ഡിസംബർ 2-ന് ലോക ക്ലീനിങ് ഡേ എന്ന് ഇവിടുത്തെയാണ് വേൾഡ് വൈഡ് ആണോ, പക്ഷെ എന്തായാലും ക്ലീനിങ് ഡേ ആണ്. പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു പ്രത്യേകത സേ ഹേറ്റ് ഇൻസ്റ്റാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, അവർക്കൊരു ഹൈ കാണിക്കണം, അല്ലെങ്കിൽ അവരെ വിഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ എഴുതിയേക്കുന്നത്. ഒന്നും കൂടെ അവർ PV ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പോൾ അത് എന്നിട്ടും ഓക്കെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞേക്കുവാണ്. അപ്പം പക്ഷേ ടെൻഷനാണ്. വാട്ടർ ബ്രേക്കായിട്ട് ആദ്യമായിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകാൻ ഒരു ഇത് വരുന്നത്. വാട്ടർ ബ്രേക്കായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ലല്ലോ അല്ലേ, ഫസ്റ്റ് ടൈം അല്ലേ. ഇത്രയും നേരം പെയിനൊക്കെ ആയിരുന്നു. അപ്പോൾ ചിക്കു ഇപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുവാണ്. പക്ഷേ ഇപ്പോൾ കൺട്രാക്ഷൻ വരുന്നില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിക്കു എണീക്കണ്ടായിരുന്നു. അപ്പോൾ തീരുമാനമായി നമ്മുടെ വീട്ടിൽ പോവാണ്. നാളെയാണ് ഇൻഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 22 മണിക്കൂർ അല്ലെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞതിന് ശേഷം വാട്ടർ ബ്രേക്ക് ആയതിനു ശേഷമാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. 24 മണിക്കൂർ. അപ്പം നാളെ ആയിരിക്കും ഡേറ്റ് അല്ലേ, പ്രോബ്ലി. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇവിടുത്തെ ലഞ്ച് കഴിച്ചിട്ട് പോകാം അല്ലേ. അങ്ങനെ വീണ്ടും ഡ്രസ്സൊക്കെ മാറി ലഞ്ച് വന്നിട്ടുണ്ട്. ഈ ലഞ്ച് കഴിച്ചിട്ട് പോകാം അല്ലേ. ചിക്കൻ ലഞ്ച് കഴിച്ചിട്ട് പോകുന്നു. പെരുണമൂസി, അതായത് ഫിഷ് അല്ലേ, സാലഡ്, മറ്റേ ക്രിസ്മസ് സാലഡ്. അത് നല്ലതാണോ? എങ്ങനെയുണ്ട്, നല്ല ഫുഡാണോ? ആൽമണ്ട് ഫിഷ് എന്ന് പറയും ഇതിന്. ആൽമണ്ടിൻ്റെ ഫ്ലേക്സ് ഒക്കെ ഇട്ട് ഹോട്ടലിൽ പോയ സെറ്റപ്പ് വെച്ചേക്കോ. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, ഒരു ലഞ്ചും കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിൽ പോന്നു. എന്തൊരു വിരോധാഭാസം. പുറത്ത് ഭയങ്കര കാറ്റും തണുപ്പും. കൺട്രാക്ഷൻ കാരണം ചിക്കനോട്ട് കയറാനും പറ്റുന്നില്ല. ശരിക്കും പോകണ്ടായിരുന്നു അല്ലേ. നമ്മൾ കാണിക്കുന്നത് അതിന് പോകാൻ പറഞ്ഞു കൊടുത്ത് തന്നെയാണേ. +3 ഡിഗ്രി ആയപ്പോഴേക്കും റോഡെല്ലാം തെന്നിത്തെറിച്ചെടുക്കുകയാണ്. നമ്മൾ വീടെത്താറായി. ചിക്കുവിനാണെങ്കിൽ ഫ്രണ്ടിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് നേരെ ചിക്കു ബാക്കിലേക്ക് കയറി. ഫ്രണ്ടിലത്തെ സീറ്റ് ബക്കറ്റ് സീറ്റ് പോലെ ഇരിക്കുമോ, ഭയങ്കര പാടാണ്. ഇതിനകത്ത് കയറി ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് ഇച്ചിരി ഫ്ലാറ്റാണ്. ഇപ്പൊ അടുത്ത പെയിൻ ഉണ്ടാവുകയും കഴിയുമ്പോൾ പോലെ പയ്യെ തെന്നി തെറിച്ച് കിടക്കുവാണ്. ഇനി ചെറിയ മിറ്റിലിട്ടില്ലെങ്കിൽ വാ. വീട്ടിൽ കയറുമ്പോൾ കൺട്രാക്ഷൻ എന്ത് ചെയ്യല്ലേ. എന്നാ മാളു ബേബി ആയിട്ട് വന്നോ നോക്കിയാണോ? അല്ല, നമ്മള് വന്നിട്ടുണ്ട്. ഇനി ശരിക്കും പെയിൻ വന്ന് ഇതായി കഴിഞ്ഞാൽ പോകാൻ പറ്റത്തുള്ളൂ. പെയിൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. വാട്ടർ ബ്ലോക്ക് ആയത് വലിയ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ ടൈമും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ചെല്ലാൻ പറ്റുള്ളൂ. ചിക്കൻ റിലാക്സ് ചെയ്ത് പയ്യെ കിടന്നോ. ഞാൻ പോയി ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിള്ളേർക്ക് ഈ ക്രിസ്മസ് ആയിട്ട് അപ്പം സ്റ്റൂവും കഴിക്കാനുള്ള ഭാഗ്യമുണ്ടല്ലേ. നിങ്ങൾ ബോറടിച്ചിരിക്കുവായിരുന്നോ? ആണോ? വിശക്കുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചാണ് വന്നേക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ചിക്കു വന്നിട്ട് നേരെ റെസ്റ്റ് എടുക്കുവാണ്. പിള്ളേർക്ക് ഇഷ്ടമുള്ള ചിക്കൻ സ്റ്റൂ നമ്മളുണ്ടാക്കി. അപ്പം ചിക്കു പറഞ്ഞ രീതിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അത്ര സെറ്റപ്പായി വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കണ്ടിട്ട് കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല. പിള്ളേരായിരുന്നു ഓൾറെഡി വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചത്. ഇനി അപ്പം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു പോകും. ചിക്കു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുളിച്ചു. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാണ്. ഓൾറെഡി വീണ്ടും വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയിനും കൊച്ചൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ പിള്ളേർ പോവാണ്. നാളെ അവന് ഫ്രീയാ. അപ്പൊ പിന്നെ നാളെ ഞങ്ങൾ വന്നാൽ മതിയല്ലോ. അപ്പം ഉണ്ടാക്കി വെച്ച അപ്പോ സ്റ്റൂ ഒക്കെ അവരെല്ലാം കൊടുത്തു വിടുവാണെങ്കിൽ പിള്ളേരും കഴിച്ച് അവരും കഴിച്ച് സുഖമായിട്ടിരുന്നത്. അതെ, അവിടെ പോയിട്ട് ഹാപ്പി ആയിട്ട് കേട്ടോ. എല്ലാം ഡെലിവറി കഴിഞ്ഞിട്ട് പപ്പ വന്നിട്ട് നിങ്ങളെ കൂടി കൊണ്ട് ഹോസ്പിറ്റലിൽ പോട്ടോ.
ഇതിലെടുത്താലോ, ഇതിലൊഴിച്ചാലോ? പിള്ളേരാണെങ്കിൽ ജയിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം അവരിപ്പോൾ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ ഞാൻ എത്തി കഴിയുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കാണ് കൂട്ടിക്കൊണ്ട് വരുന്നുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളുണ്ട് നാട്ടിൽ ഇതിനെക്കുറിച്ച്. നമ്മൾ പുറത്തുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് ഫേസ് ചെയ്യുന്നത്, ഡെലിവറി കാര്യങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഭാര്യ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ ഫേസ് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. അതുപോലെ ഭർത്താക്കന്മാർ, അതുപോലെ ഞങ്ങളുടെ കാരണവന്മാർക്ക് പോലും ഒരുപക്ഷെ അറിയത്തില്ല എങ്ങനെയാണ് ഞങ്ങളിവിടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ 3 ഡെലിവറിയും ഞങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എവിടെയെങ്കിലും ആളുകൾക്കൊക്കെ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുവാണെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്രഷായി അതിനുശേഷം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പം ചുക്കുവിന് പെറുകിയ പെയിൻ തുടങ്ങി തോന്നല്ലേ? അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോവാണ്. തെന്നിത്തെറിച്ച് കിടക്കുവാണ്. മിറ്റിലിടാൻ സമയം കിട്ടിയില്ല. ഇപ്പം സമയം തന്നെ 4 മണിയായി. അപ്പം ഇപ്പോൾ പോയേക്കുവാണെങ്കിൽ എന്തെങ്കിലും നടപടിയാവുമെന്ന് നോക്കാം. കാരണം ഇവിടെ ചെറിയ മിറ്റിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, തെന്നി വീഴത്തില്ല. പക്ഷെ ഇനി അതിന് സമയമില്ല. അവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ചുക്കുവിനെ ചുക്കു വീണ്ടും കയറ്റി നാളെ വരാൻ പറയുമോ? എന്തായാലും ഇപ്പോൾ പിള്ളേർ അവരുടെ അടുത്ത് പോയല്ലോ. ഇപ്പോൾ രാത്രിയിൽ അവിടെ കിടക്കുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, പോയേക്കാം. ചുക്കുവിന് എന്തായാലും നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ചു പോകുള്ളൂ കേട്ടോ. ഇനി ഒരു വരവ് നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ വരുമ്പോഴേക്കും ഇവരിങ്ങനെ തിരിച്ചു വിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ അത്യാവശ്യം സിറ്റുവേഷനൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം ഇനി എന്തായാലും നമ്മൾ തിരിച്ച് പോകുന്നില്ല അല്ലേ? നമ്മൾ വീണ്ടും വന്നു, വീണ്ടും ഡ്രസ്സൊക്കെ ഇട്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നില്ല, തീരുമാനിച്ചു. പിള്ളേർ ജയിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് പിന്നെ ടെൻഷനില്ല. അപ്പം നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കൂളായിട്ട് വീട്ടിലേക്ക് ഞാൻ പോയി ചെന്ന് കഴിഞ്ഞ ശേഷം അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് കയറുമോ അല്ലെങ്കിൽ എന്താണ് വോക്ക് ചെയ്യുമോ ഒക്കെ. പക്ഷെ മൈൽഡായിട്ട്, കാരണം ഫീറ്റൽ ഡിസ്ട്രസ്സോ അതിന് ചാൻസ് ഉണ്ടാവാം. പിന്നെ കൂടുതൽ ടയേർഡാവുന്നതാണോ പിന്നെ പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്നലെ ശരിക്കും ഇന്നിപ്പോൾ പിള്ളേർ അവിടെ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടല്ലേ ഇരിക്കാം. ഇപ്പം നോർമലായിട്ട് ഇതിപ്പോൾ ഇതായില്ലെങ്കിൽ നാളെ 9:30 ആകുമ്പോൾ രാവിലെ 9:30 ആകുമ്പോഴാണ് ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. മെഡിസിൻ തന്നെ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓൾറെഡി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട്. വൈകിട്ട് 7:45 ഒരു പുരോഗതിയില്ല. ഏതായാലും നാളെ രാവിലെ 9:30 ഇൻഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ എന്തായാലും രാത്രി മിറാക്കിളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ സൈഡിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും അല്ലേ ചുക്ക്? ഞാൻ എവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും? ഞാൻ പറഞ്ഞു വീട്ടിൽ പോകാനുള്ള ധൈര്യമില്ലല്ലോ. ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ ഓർക്കും ഒരു ഡെലിവറി പോലും സെയിം അല്ലെന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാണ്. ഞാൻ വിചാരിച്ചു ഇവരുടെ ആരുടെയും പോലെ ആയിരിക്കും, ഒന്നേ ജോൺകുട്ടിയുടെ അല്ലെങ്കിൽ ചക്കിയുടെ പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. പക്ഷെ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിപ്പോയി. ശരിയല്ലേ? എല്ലാ ഡെലിവറി ഓരോ ഡെലിവറിക്കും ഓരോ അതിൻ്റെതായ. ആർക്കില്ല അങ്ങനെ ഒരേപോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഓപ്പറേഷൻ അല്ലാണ്ട് നോർമലായിട്ട് വരുന്നതിൽ ഒരേപോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? അറിയത്തില്ല. നമ്മുടെ ഡെലിവറി എക്സ്പീരിയൻസ് ഇത് ഞങ്ങളെ മാത്രമല്ല, ഇത് പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ട് താമസിക്കുന്ന എല്ലാവരുടെ ഞങ്ങളെപ്പോലെ തന്നെ ഫേസ് ചെയ്തിരിക്കുന്ന ഒത്തിരി മലയാളികൾ. ഇപ്പോൾ എക്സാമ്പിൾ ഫിൻലൻഡിൽ പറഞ്ഞാൽ ഫിൻലൻഡിൽ തന്നെയുണ്ട്, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഡെലിവറി ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, നമുക്കറിയാവുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി ഉണ്ട്. അതായത് പിള്ളേരെ വീട്ടിൽ നിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടുണ്ട്. അവരുടെ ജസ്റ്റ് ഒരു പ്രതിനിധികൾ മാത്രമാണ് ഞങ്ങൾ. അപ്പം അവരെല്ലാം ഈ നിമിഷം ഞങ്ങളുടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന അതിനേക്കാൾ കൂടുതലായിട്ടുള്ള സ്ട്രഗിളിലൂടെയൊക്കെ പലരും കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇത് കാണുന്ന ചിലപ്പോൾ ഒരു പക്ഷേ നാട്ടിലെ എല്ലാ സൗകര്യങ്ങളും കിട്ടിയും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ എല്ലാ സൗകര്യങ്ങളും കിട്ടിയേക്കുന്ന ഒരു പക്ഷേ ആളുകൾക്ക് അത്രയങ്ങ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ സാധാരണക്കാരായ ഞങ്ങളെപ്പോലെ തന്നെ ഫേസ് ചെയ്തേക്ക് ഒത്തിരി പേർക്ക് ഈ ഒരു സിറ്റുവേഷൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും അവരവരുടെ ജോലിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യവും എല്ലാം നോക്കി
അത് പോകുന്നത് പുറമേ നിന്ന് കാണുന്ന പോലെ അത്ര ഈസി ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. തന്നെ ഓരോ ഡെലിവറിക്കും നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. ഈ ഡെലിവറി ഭയങ്കര വ്യത്യാസമാണ്. അപ്പം സെയിം അമ്മയാണെങ്കിലും പ്രസവങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ? പലരും പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു. അപ്പം വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് മാത്രമാണ് അവർ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്നത്. കാരണം ഒത്തിരി ലോങ്ങർ ഡേയ്സിൽ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം വാട്ടർ ബ്രേക്കായി ഇൻഫെക്ഷൻ റിസ്ക് കൂടുതലാണല്ലോ, അതുകൊണ്ട്. അപ്പം ചിലപ്പോൾ ഇത് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നാളെ തന്നെ ഡെലിവറി നടക്കണമെന്നുമില്ല. ഇവർ മാക്സിമം നോർമലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ 40 ആഴ്ച ആകുന്നതേ ഉള്ളൂ. ഇനി എത്ര ദിവസം കൂടെ ഉണ്ടായിരുന്നു? 4 ദിവസം കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഡേറ്റ് ആവാൻ ഇനി ഉണ്ടായിരുന്നു, 4 ദിവസം കൂടെ ഉണ്ടായിരുന്നു. ഡെലിവറി നടക്കുന്ന റൂമാണ്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. ചെറിയൊരു ബെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ റൂമിൽ നിന്ന് എന്നിട്ട് നമ്മുടെ വാർഡിലേക്ക് മാറുന്നത്. അപ്പോൾ അത് നമുക്ക് സൗകര്യമുണ്ട്. അവിടെ 2 ബെഡ് ഉണ്ടാവും. ഇപ്പം നമുക്ക് ഞാനിവിടെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, തലവണ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് ഈവനിങ് സ്റ്റാഫ് കുറേ പറഞ്ഞത് വീട്ടിൽ പോയി കിടന്നോളാം. പക്ഷെ നമ്മൾക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് ഇങ്ങനെ ടെൻഷനുണ്ട്. ഇപ്പം നൈറ്റിലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ല, പോകുന്നില്ല, അതിനുള്ള ധൈര്യം ഇല്ലെന്ന് പറഞ്ഞപ്പം ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അറേഞ്ച് ചെയ്ത് തന്നാണ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ നിന്ന് നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ റൂമിലേക്ക് മാറും. അത് കഴിഞ്ഞ ശേഷം 2 ദിവസമൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഇപ്രാവശ്യം ഒരു ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ഇതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ 21-ാം തീയതി തൊട്ട് തുടങ്ങിയതാണ്. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് നമുക്കത് ഒരു ബോറിംഗ് ആയിട്ടോ അങ്ങനെ തോന്നുന്നില്ല. മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു റിലാക്സിങ് പീരീഡ് വരുമല്ലോ. അതായത് ഈ കൺട്രാക്ഷൻ്റെ ഇടയ്ക്ക് അന്നേരം ഭയങ്കര പെയിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ബ്രേക്കിൻ്റെ ടൈമിൽ നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മൈൻഡ് ഡൈവേർട്ടിങ് പോലെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഡെലിവറിയുടെ പല കാര്യങ്ങളും മറന്നുപോയി. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എടുത്ത വീഡിയോ വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മളെല്ലാം വീണ്ടും അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സമയം രാത്രി 9:15. അപ്പം നമുക്ക് തന്നെ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ പിന്നെ സാൻഡ്വിച്ചും കോഫിയും എടുത്ത് ചുക്കുറ്റി എടുത്തല്ലേ. എന്തായാലും ഇതെങ്കിലും നടക്കട്ടെ. നമ്മൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആളുടെ കൺട്രാക്ഷനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സെയിം മോണിറ്ററിൽ അവരുടെ ഓരോരോ ലേബർ വാർഡിലെയും ഇത് കാണിക്കാൻ പറ്റും. സെയിം മോണിറ്ററാണല്ലോ അവരുടെ ഡ്യൂട്ടി റൂമിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെ കൺട്രാക്ഷൻ വരുമ്പോൾ അതിൻ്റെ ലെവല് കർവ് കയറി പോകുന്നതൊക്കെ. ഓരോരുത്തരും വരുന്നു, കർവ് കയറുന്നു, പ്രസവം കഴിയുന്നു, പോകുന്നു. നമ്മൾ കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. നമ്മൾ അടുത്തവൻ്റെ വീട്ടിൽ കറണ്ട് അന്വേഷിക്കുന്ന പോലെ തന്നെ അല്ലേ? നാട്ടില് കറണ്ട് വരുമ്പോഴേക്കും നോക്കി അപ്പുറപ്പം. എല്ലാരും അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മള് മലയാളികൾ മാത്രമൊന്നും അല്ലല്ലോ, എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഈ രാത്രിയിലെ ലാസ്റ്റ് ചെക്കപ്പ് കൂടിയാണ്. ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങാല്ലേ ചെക്ക്? 158 നമ്മുടെ. അതെ ഹാർട്ട് റേറ്റ്. അപ്പം ഞാനും കിടക്കാനുള്ള പരിപാടി നോക്കുവാണ് അല്ലേ? 20 മിനിറ്റോടെ കഴിഞ്ഞാൽ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പൊട്ടു ചെയ്യാ എയർ ബലൂൺ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാര്യം 3 ഡെലിവറി ആയിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ഇങ്ങനെ ലേബർ വാർഡിൽ ആദ്യമായിട്ട് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നത് വെട്ടി വിരിച്ച തറയിൽ. പക്ഷേ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഡെലിവറി നടക്കണ ടേബിളായത്. അപ്പം ആകാത്തത് കൊണ്ട് ഇവിടെ കിടക്കുകയാണ് ഇനി. ഇപ്പം രാത്രി 1 മണിയായി. പെയിൻ ഭയങ്കര കൂടുതലാണ്. ഇത് ഈ സാധനം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. ടെംസ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇതിങ്ങനെ പ്രഷർ, അതായത് ബാക്കിൽ ഇത് കണക്ട് ചെയ്തേക്കുവാണ്. ഇലക്ട്രോഡ്സ് അല്ലേ അത് സംഭവം? ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തേക്കോ. അപ്പം ഈ കൺട്രാക്ഷൻ വരുമ്പോഴേക്കും ഇത് ബൂസ്റ്റ് ചെയ്യാം. അതായത് ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ഇത് കിട്ടുന്ന പോലെ. അപ്പം അവർ പറഞ്ഞ കൺട്രാക്ഷൻ പോസ് ചെയ്യാനുള്ള മരുന്നൊക്കെ തരാമെന്ന്. പക്ഷെ നമ്മൾ വന്നേക്കണ കൺട്രാക്ഷൻ വരാനും പെയിനായി പെട്ടെന്ന് ഡെലിവറി ആവാനും ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് വേണ്ട, അപ്പോൾ ഉറങ്ങിയിട്ട് രാവിലെ കൺട്രാക്ഷൻ തുടങ്ങാമെന്നുള്ള രീതിയിൽ.
നമുക്ക് കൺട്രോൾ ചെയ്യാം, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ റിലീഫിന് വേണ്ടിയിട്ട് ആണ് ഈ സംഭവം തന്നേക്കുന്നത്. കൺട്രാക്ഷൻ വരുമ്പോൾ ബൂസ്റ്റ് ചെയ്ത് വെക്കുക, അത് കഴിയുമ്പം നോർമലായിട്ട് കുറച്ച് ഇത് ചെയ്യുക. അങ്ങനെ ആക്റ്റീവ് ലേബർ ആരംഭിച്ചിട്ടുണ്ട്. കറക്റ്റ് 24 മണിക്കൂറായി. അല്ല, ഇന്നലെ ഈ സമയം മുതൽ ഇപ്പം വെളുപ്പിന് 3 മണിയായി. വേറെ പെയിൻ കില്ലറൊന്നും എടുക്കുന്നില്ല. ചുക്ക് ലാഫിംഗ് ഗ്യാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് ചുക്കിന് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. അറിയത്തില്ല, മറ്റതൊന്നും എടുക്കാനുള്ള ടൈം ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല. മറ്റെല്ലാം പെട്ടെന്നായതുകൊണ്ട് എപ്പിഡ്യൂറലിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല അതെങ്ങനെയായിരിക്കും ഹെൽപ്ഫുൾ ആവോ എന്തായിരിക്കും എന്ന്. ആകെ ഇത് മാത്രമാണ് എടുത്തേക്കുന്നത്, മാനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ വിചാരിക്കണം ഇത് മാത്രം മതിയെന്ന്. ഇപ്പം എപ്പോഴും കൺട്രാക്ഷൻ വന്നുകൊണ്ടേയിരിക്കുവാണ്. Okay, I see. Suddenly, quickly happened. Okay, I see. But of course 7:30 we came first, and then these kind of pains, and then ഇപ്പം 3:30 വെളുപ്പിനെ. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 7:30-ക്കുള്ളിലൊക്കെ പ്രതീക്ഷിക്കുന്നെന്ന് പറയുന്നു. push. You feel that you want to push? Yes. Yes. Let's see then. Tell us what you think also. Sure. Can I examine? അങ്ങനെ പെയിൻ ഭയങ്കര കൂടുതലായിരുന്നു. ലോക്കലും തന്നു, ലോക്കലും എടുത്തു. ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് അല്ലേ? പക്ഷെ അതെടുത്തതിന് ശേഷം വൊമിറ്റിംഗ് ഫീൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനി വലിയ താമസം ഉണ്ടാവാൻ വഴിയില്ലാന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അവരുടെ ഒന്നും ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നല്ലേ? ആ അതെ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 24 മണിക്കൂർ നമ്മൾ ഒപ്പം തന്നെ ഇന്നലെ കിടക്കുമായിരുന്നു. ഇപ്പം ഇതിപ്പോൾ 26-ാം തീയതി രാവിലെ ലോക്കലെടുത്തതിന് ശേഷം കുറച്ച് ആശ്വാസം ലഭിക്കോ? സമയം രാവിലെ 7:00 2 മണിക്കൂറാണ് ലോക്കൽ എടുത്തപ്പോൾ നിന്നുള്ളൂ. അപ്പം വീണ്ടും എപ്പിഡ്യൂറൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരും. അപ്പം അതുണ്ടെങ്കിൽ അല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം പെയിനുണ്ട് അല്ലേ? ഇപ്പം 6 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. $9 സെൻറ്റിമീറ്റർ ഓപ്പണായി. Don't use the noise because then you don't have the power to push. Okay. Yes? And you keep it here on yourself. And you open the legs like this. Yes. Is it difficult to find the way? Yes, I see. It's difficult for you now. If you have the need, then you push. Yes. And if you don't have the need, then you don't push. Then you breathe normally. Yeah. Can I take the gas? Take a deep breath and then a big push.
if you have a contraction. If you don't have them, we wait the next one. Laita minä ilmanvoimasta. Everything is good. Tässä ehkä näin päin käännettyä. Ei, näin niin se saa. No niin. It's so good. Such a beautiful. I will check a bit here. No. Try to push here a bit. See if it comes. We can wait a little bit also if you don't feel the need. Hurry. Just see. Yes. That's good. ചക്കരക്കുട്ട എന്നടാ ഇതുപോലെയായിരുന്നു. അല്ല ആരുടെ ഷേപ്പല്ല. ചക്കരെ മുത്തുമണി വിശക്കാണോ? See if I can get it away. Try to keep like that. A little bit more. Wait a minute. There's a clean one here. Yes, good. No. Thank you. A little bit. This one also away. Yes. എട്ട് 33 രാവിലെ 26-ാം തീയതി ഡിസംബർ 26. ഉച്ചക്ക് ഓക്കെ അല്ലേ? Before. Now I will check how it looks like. എല്ലാം കുഴപ്പമില്ലാണ്ട് നടന്നു. ഒരു സ്റ്റിച്ചേ ഉള്ളൂ. സ്വർലവും കാണിപ്പോ ഒന്നും പോയി. ചക്കരക്കുട്ട Hello, can he drink breast milk now or? Yes. Okay. I can help you when I have. Yeah, no problem. ചേച്ചിനെ കാണണോ? ചക്കി ചേച്ചിനെ കാണണോ? ഒരു ജോണിക്കുട്ടി ചേട്ടനുണ്ട്. ഇക്കുവേലിനെ കാണാനിരിക്കുന്ന എന്നാ നീറ്റിൽ ചേരാ. ശരിയായിക്കോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നോ? അല്ല, അത് കഴിഞ്ഞ ശേഷം ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. It's almost but I could. Thank God, sure. First time you feel it. I know it's not nice, but it's soon over. തൊട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഓ ഇച്ചപ്പടെ കുഞ്ഞാണേ, ഇച്ചപ്പടെ കുഞ്ഞാണേ, ദശക്കീൽ കുട്ടനാണേ. യശക്കുട്ടനാണോ? ഡെലിവറി കഴിഞ്ഞു. കൊച്ചിന് പാലൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ചിക്കുന് പെയിനുണ്ട്, ഭയങ്കര പെയിനും. എനിക്ക് പ്ലാസൻ്റെ പോകാൻ വേണ്ടിയിട്ട് അവർ ഓക്സിറ്റോസിൻ ഇഞ്ചെക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൺട്രാക്ഷൻ എന്താ
ഓൾമോസ്റ്റ് ഡെലിവറി 8:30-ക്കായിരുന്നു. 8:31 അല്ലേ കുഞ്ഞുണ്ടായത്. കുഞ്ഞ് പാലൊക്കെ കുടിച്ച് കിടക്കുന്നു. ഇനി നമ്മളെ റൂമിലേക്ക് മാറ്റിയിട്ടില്ല. നമ്മളെ റൂമിലേക്ക് വലിയ താമസമില്ലാണ്ട് റൂമിലേക്ക് മാറ്റും. നമ്മൾ ഇവിടെ ഫിലിനിൽ കുട്ടി ഉണ്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് അവർ കൊണ്ടു തരുന്നതാണ് ഷാമ്പയിനാണ്. 2 ഗ്ലാസ് ഷാമ്പയിനുണ്ട്. പിന്നെ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയതുകൊണ്ട് നമുക്ക് കോഫിയും അതുപോലെ തന്നെ സാൻഡ്വിച്ച് യോഗട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല പെയിനായിരിക്കും. അപ്പം ചുക്ക് കൊച്ചിന് പാൽ കൊടുക്കുന്നു. ഇപ്പം അവർ നമ്മുടെ റൂമിലേക്ക് മാറ്റാത്തത് കൊണ്ട് കുറച്ച് നേരം കഴിയും. എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴേക്കാണ് മാറ്റത്തുള്ളൂ. അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് സ്റ്റാഫ് ഹാൻഡ് ഓവർ കൊടുക്കുന്ന ടൈമിൽ മോർണിംഗ് സ്റ്റാഫ് റിപ്പോർട്ട് പോലും എടുക്കുന്നതിനപ്പുറമാണ് നമ്മുടെ ലേബറിൻ്റെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് 9 മണി വരെ അവരിവിടെ തന്നെ ആയിരുന്നല്ലോ വന്നപ്പോൾ തൊട്ട്. 7:30 അവർ ഡ്യൂട്ടിക്ക് കയറിയതാണ്. അന്നേരം തൊട്ട് 9 മണി വരെ എവിടെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, റിപ്പോർട്ട് എടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. നമുക്കാണെങ്കിൽ അറിയില്ലല്ലോ. ഡെലിവറി കഴിക്കണം, കൊച്ചു പാല് കുടിക്കുന്നു, നമ്മൾ സെയിം ബെഡിൽ തന്നെ കിടക്കുവാണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയതല്ലേ. ആരാണോ പറഞ്ഞ് 3-4 ആകുമ്പോഴേക്കും മുട്ട ഇടുന്ന പോലെ ചാടി വരും. അതൊന്നുമില്ല. 2 നോർമലിൽ ഇത് 3ാമത്തെ നോർമല്. അതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഇതായിരുന്നു. അതായത് ഓൾമോസ്റ്റ് 20 അതായത് കൂടുതൽ സിവിയർ പെയിൻ. 21 തുടങ്ങിയതാണല്ലോ മറ്റേ പെയിൻ. പിന്നെ ദൈവനെങ്കിലും കൊണ്ട് ഒരു അനിയനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡ്യൂറൽ എടുക്കേണ്ട ആവശ്യം വന്നില്ല. അത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എടുത്തു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നിനും ബാക്ക് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ കൈക്ക് തരിപ്പോ അങ്ങനെ പലതൊക്കെ ആയിട്ട് പലരും പലത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ടെൻഷനായിരുന്നു. പക്ഷെ അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. എപ്പിഡ്യൂറലിന്റെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് 10 സെന്റിമീറ്റർ 9 എത്തി. അതുകൊണ്ട് പിന്നെ വേണ്ടി വന്നില്ല. എപ്പിഡ്യൂറലിനുള്ള ടൈമില്ലായിരുന്നു. പക്ഷെ എല്ലാ പ്രാവശ്യവും അത് ഇവിടുത്തെ ഇവർ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ എത്ര മക്കളായാലും ഓരോ പ്രാവശ്യവും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വയ്ക്കുന്ന പോലെ ഒന്നുമേ അല്ല. ഈ പ്രാവശ്യം നമ്മുടെ വാട്ടർ നേരത്തെ ബ്രേക്കായി. നമ്മുടെ 3 ഡെലിവറിന് മുമ്പുണ്ടായിരുന്ന 3 കഴിഞ്ഞതും 3 പേരും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞായിരുന്നു. ഇവൻ ഒരാഴ്ച മുമ്പ് 6 ദിവസം മുമ്പ് അല്ലേ. 6 ദിവസം മുമ്പ്. അതായത് 26-ാം തീയതി 31-ാം തീയതി ആയിരുന്നു ഡേറ്റ്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് കൂടുതലുണ്ടാവണം അല്ലേ. കാരണം എനിക്ക് കഴിഞ്ഞ ആദ്യത്തെ ഇപ്പം മറ്റേ മാളുവിൻ്റെ പിന്നെ ഓപ്പറേഷൻ ആയിരുന്നല്ലോ. ചക്കിയുടെ ചോറുകുട്ടിയുടെ ഒക്കെ സമയത്ത് കൂടുതൽ നിന്നതിനേക്കാളും ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര റിലീഫ് ഫീൽ ചെയ്തു. ഭയങ്കര ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു പെയിൻ കൂടുതലല്ലായിരുന്നോ, അതുകൊണ്ടായിരുന്നു തോന്നുന്നു. മറ്റത് പെയിൻ വന്നു ചടപടയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും തന്നെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലായിരുന്നു. വാട്ടർ ബ്രേക്കായിട്ട് പിന്നെ അധികം നേരം താമസം വന്നില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര പെയിനായിരുന്നു. അത് നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടേ ഉള്ള പെയിൻ വലിയ പെയിനായിരുന്നു. വണ്ടി കയറാനോ ഇറങ്ങാനോ ഒന്നും നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നല്ലോ. എല്ലാം ദൈവം അനുഗ്രഹിച്ചു, ഒരു കുഴപ്പമില്ലാണ്ട് ആരോഗ്യമായിട്ട് കിട്ടി. അത് തന്നെയാണ് വലിയ കാര്യം. സ്തുതി. ചെക്ക പാല് കുടിച്ച് കിടക്കുവാണ്. ആദ്യം കുടിക്കാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു അല്ലേ. അരമണിക്കൂറായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥനയിൽ നമ്മളെ ഓർത്തവരൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി സ്നേഹമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ചിക്കൻ എന്നാ കഴിക്കാൻ വേണ്ടേ? കോഫിയുണ്ട്, ടീ ഉണ്ട്, ബ്രെഡ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പോറേജ് ഉണ്ട്. എന്നാ വേണ്ടേ? എനിക്ക് ആദ്യം മറ്റേ മാംഗോയുടെ യോഗർട്ട്. ഓക്കെ, ഇത് മതി അല്ലേ. കഴിച്ചോ? യോഗർട്ട് കഴിച്ചായിരുന്നു രാവിലെ അല്ല കുഴപ്പമില്ലേ. കുഞ്ഞിച്ചക്കൻ പാല് പിടിച്ച് കിടക്കാറ്. കുളിമ തണുക്കുവാണോ? മുട്ടുമണിക്ക്
കറിച്ച് നേരെ വെക്കാവോ? ഇച്ചിരി കാണാൻ പോലും പറ്റുന്നില്ല. ഇച്ചിരിയേ ഉള്ളൂ. ഇച്ചിരി പൊന്ന് ഇച്ചിരി പൊന്ന്. But you can go to shower. After that, I will get you some medicine. Yes. Do I need to have this? ഡെലിവറി കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് മാറത്തുള്ളൂ. അവിടെ മുത്തുമണി തണുക്കുന്നുണ്ടാ ചാക്കരിക്കുട്ട? Good. Is it better now? Better. Good. And even better when you get a little bit medicine for. ചുക്ക് കുളിയെല്ലാം കഴിഞ്ഞു. കരയുണ്ടോ ചക്കര വെച്ച്? കരയുണ്ടേ? I think you can have this other one because here we have all the measurements. It's only the saturation that we haven't taken yet. So in case you want to Yes. inform the family. Yeah, absolutely. പൊന്നിന് തണുക്കുവാണോ? ഇപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞ് നിരക്കെട്ടനായ അല്ലേ? ചുക്ക് കുളിച്ചു റെഡിയായി. എങ്ങനെയുണ്ട്? പെയിൻ കുറവുണ്ടോ ചുക്ക്? ചില സമയത്തേ ഉള്ളൂ. ഇപ്പം വലിയ കുഴപ്പമില്ല. ആണല്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഒരു മെഡിസിൻ കൊടുത്തരാണ്. ടാക്കരിക്കുട്ട ഞാൻ പിടിച്ച് കഴിഞ്ഞാൽ കിടക്കട്ടെ. ഒത്തിരി അതായത് ജോണിക്കുട്ടി ചെറുതായപ്പോൾ എടുത്തല്ല. അതിന് ശേഷം കുഞ്ഞു ബേബിനെ എടുത്തിട്ടില്ല. കുറേ വർഷം കൈയൊക്കെ തരിപ്പരിപ്പ് പോലെ ഇങ്ങനെ. അവിടെ മുറ്റുമണി ഇച്ചിരിയേ ഉള്ളൂ. നേരത്തെ വന്നോണ്ടല്ലേ. നമ്മളിവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് റൂമിലേക്ക് മാറ്റത്തുള്ളൂ. അപ്പോൾ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകും അല്ലേ? പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോർമലി ഇവിടെ ഡെലിവറി കഴിഞ്ഞാൽ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡാണ് കുളിക്കാനൊക്കെ അല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടത്. പിന്നെ നേഴ്സുമാർ തീർത്ത് സിസേറിയനാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? തന്നെ വിളിക്കണം എന്നുള്ളതാണ്. സിസേറിയനാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും ചെറുതായിട്ടൊക്കെ അല്ലേ? ഡെലിവറി കഴിഞ്ഞിട്ട് ചിക്കൻ നല്ല ക്ഷീണത്തിൽ ഉറങ്ങുവാണ്. ചെക്കനും ഉറങ്ങുവാണ്. ഞങ്ങളെ ഇവിടുന്ന് റൂമിലേക്ക് മാറ്റാൻ പോകണം. മിക്കവാറും നാളെ ഡിസ്ചാർജ് ആകുമായിരിക്കും. ചുക്ക് എത്ര റിലാക്സ് ചെയ്തിട്ടാണ് ഉറങ്ങണമെന്ന് നോക്കിയത്. പക്ഷേ എങ്കിലും പെട്ടെന്ന് ഉറങ്ങി തെത്തി ചാടി എണീറ്റിട്ട് കൊച്ചന്തി എന്ന് ചോദിക്കും. ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ ബേബീനെയും ചിക്കനെയും കൊണ്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ 3.5 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് മാറുന്നത്. സോറി, നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ഞങ്ങളുടെ റൂമിലേക്കാണ് നമ്മൾ പോണേ. ഡിസംബർ മാസത്തിലുണ്ടായ പിള്ളേരാ. 1ാം തീയതി ആങ്കൊച്ച്, 2ാം തീയതി 2 പിള്ളേര്. Maybe this is a girl baby, is that red hat? Oh, yes. Yes. Okay. Today 2 boys. ഇന്നലെ 25ാം തീയതി ഒരു ഗേളും ഒരു ബോയും. 24ാം തീയതി ആയിട്ടുണ്ടായില്ല അല്ലേ? നമ്മുടെ എത്രാമത്തെ റൂം വായിച്ചു? 13. ഓക്കെ. ചെറുക്കൻ നല്ല ഉറക്കത്തിലാണ്. തൊപ്പി ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ച്. ഇതാണ് നമ്മുടെ റൂം. Okay, I come soon. Yes, thank you. താങ്ക് യു.
അങ്ങനെ ബേബിനെ കിടത്തുന്നതിനകത്തല്ലേ നമ്മുടെ ബേബി ബാസ്ക്കറ്റ് ആട്ടത്. അത് കൊച്ചിന് കൊടുത്ത ബാഗാണോ? കൊച്ചിന് കൊടുത്ത ഗിഫ്റ്റ് കൊടുത്തേക്കുന്ന ഒരു ബാഗാണ്. എനിക്കത് ഡയപ്പറാണെന്ന് തോന്നുന്നു. ചെറിയ റൂമാണ്, അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ റൂമാണ്. TV ഒക്കെ കാണാം. എനിക്ക് തോന്നുന്നു നാളെ ഡിസ്ചാർജ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? കൊച്ചിൻ്റെ ഡയപ്പറൊക്കെ മാറ്റുന്ന സ്ഥലം. പിന്നെ ഇതിനകത്ത് തന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, കുളിമുറിയൊക്കെ ആയിട്ട്. ക്രിസ്മസിൻ്റെ സമയത്തുണ്ടായതുകൊണ്ട് നീലയായിരുന്നു കിട്ടിയ ജനുവരിയിൽ. ന്യൂ ഇയറിന് കഴിഞ്ഞ ജനുവരിയിലുണ്ടായവർക്കെല്ലാം ബ്ലൂ കളറായിരുന്നു. ബ്ലൂ കളർ, ബ്ലൂവും വൈറ്റ് ഫിൻലൻഡിൻ്റെ ഫ്ലാഗിൻ്റെ. ഇത് റെഡ്. നമുക്ക് അതായത് തൊപ്പിയൊക്കെ വെച്ച് കിടക്കുന്ന നോക്കി നല്ല ഉറക്കമാ ചെക്കൻ. മാള് കിടക്കുന്ന പോലെ സെയിം ആള് കിടക്കുന്ന പോലെ അല്ലേ? കരച്ചിലൊക്കെ എനിക്ക് സത്യം ഭയങ്കര കരച്ചിൽ കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാലേ പിള്ളേരെ കൊണ്ട് എത്രയും പെട്ടെന്ന് കാണിക്കാൻ തോന്നുന്നു. പക്ഷെ ചിക്കുന്ന റെസ്റ്റൊക്കെ എടുത്തിട്ടേ നാളെ കൊണ്ടുവരല്ലേ? കൊണ്ടുവരല്ലേ? അങ്ങനെ റൂമിൽ കയറിയപ്പോൾ തന്നെ സമയം 12 മണിയായി. 3.5 മണിക്കൂർ എടുത്തല്ലേ നമ്മൾ റൂമിലേക്ക് വരാൻ വേണ്ടി? 3.5 മണിക്കൂർ എടുത്തു. ചിക്കുവിന് ലഞ്ച് വന്നിട്ടുണ്ട്. എന്നാ ചിക്കു ലഞ്ച്? ക്രിസ്മസ് ഫുഡാണ്. ക്രിസ്മസ് ഫുഡാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാട്ടോ ഈ ക്യാരറ്റിന്റെ സാധനമൊക്കെ. വിശപ്പുണ്ടോ ചിക്കുനുണ്ടോ? വിശപ്പ് കാണുമ്പോൾ നല്ല വിശപ്പുണ്ടാവില്ലേ? പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിച്ചില്ലേ? താമസിച്ച് കഴിച്ചതല്ലേ? തൊണ്ടയൊക്കെ പൊട്ടിരിക്കും. ചെക്കൻ ഇവിടെ അടുത്ത് കിടന്നത് ഇങ്ങനെ ഉറങ്ങുന്നു. അല്ല ഞാൻ വീട്ടിൽ പോയി കഴിച്ചു. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ബാഗാണ്, ഗിഫ്റ്റാണ്. അതിനകത്ത് ഡയപ്പേഴ്സ് ആണ് അല്ലേ? എല്ലാം നോക്കിയില്ല. ഇതിരിപ്പുണ്ട്. ഇവിടെ വെച്ചേക്കാം. നമുക്ക് വിൻഡോ സൈഡിൽ ഓർമ്മ കൊണ്ടുപോകാം. ചുക്കുവിന് കിട്ടിയ ഫുഡിൽ പകുതി കൂടുതൽ ഞാനാണ് കഴിച്ചത്. ചുക്കുവിന് നമ്മുടെ ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് തോന്നുന്നു അല്ലേ? അല്ല, രാവിലെ ഇരിക്കുന്നില്ലോട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് വന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു. സാൻഡ്വിച്ച് കഴിച്ചപ്പോഴേക്കും ഹാപ്പിയായി. എനിക്ക് ഇച്ചിരി എണ്ണ നല്ല സാൻഡ്വിച്ചിൻ്റെ ഒരു ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും അപ്പോൾ ഞാൻ കഴിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് വീട്ടിൽ പോവും. പിള്ളേരെ പോയി കൂട്ടിക്കൊണ്ടുവരാം അല്ലേ? പോയി കുളിച്ച് വൈകിട്ടാൻ വയ്ക്കും. ഇവരോട് ചോദിക്കുന്ന വിസിറ്റിംഗ് അവേഴ്സ് ഒക്കെ ഓരോ വാർഡിലും ഡിഫറെൻ്റാണ്. അല്ല, ഞാനെന്നാ ചിക്കു വീട്ടിൽ പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് പിള്ളേരെ കൊണ്ടുവരാം. ഓക്കെ. രാവിലെ പെയിൻ വന്നെങ്കിൽ രാവിലെ വന്നു. ഇന്നലെ രാത്രി മൊത്തം അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോന്നു. ഇപ്പോൾ ജൈനങ്ങളുടെ വീട്ടിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോന്നു. വീട്ടിൽ പോയിട്ട് പപ്പ ഒന്ന് കുളിക്കണം, റെഡി ആവണം. അതിനുശേഷം ജോണിക്കുട്ടി കുളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പോവും ഹോസ്പിറ്റലിൽ. ആദ്യം വീട്ടിൽ പോകുന്നു. എന്നാ തോന്നുന്നു മാളു? ആണോ? ആ ബേബി ഒന്ന് കള്ളം പറയുന്നു. അങ്ങനെ മക്കളെ കൊണ്ട് ബേബിനെ ആദ്യം ഒരു നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകാം അല്ലേ? ഇന്ന് രാവിലെ ബേബി ഉണ്ടായി, അതറിയാവോ? അതിക്ക് തണുപ്പാണോ? തണുപ്പാണെങ്കിൽ തുടല്ലേ ബേബിക്ക് ടെമ്പറേച്ചർ വന്നിട്ട് അവർക്ക് ബാഗ് വെച്ചിട്ട് ഹോട്ട് വാട്ടർ ചൂട എൻ്റെ കയ്യിൽ. ചേട്ടായും ചേച്ചിമാരും
പേരെന്താ നിങ്ങളുടെ പേര്? ആ ചപ്പലുണ്ട വീട്ടിന്റെ പാല് അപ്പൊ ഇവരെ തൊട്ടാ അല്ല ഒരു തൊട്ടാ മതി നാളെ തൊട്ടാടി ബേബിക്ക് നമ്മുടെ അത്രയും ബോഡി ടെമ്പറേച്ചർ ഇല്ലെന്ന്, അതുകൊണ്ട് ബേബിക്ക് പാക്കറ്റ് വെക്കണം. ബാഗ് നമ്മൾ കെയർഫുൾ ആയിട്ട് ബേബി എന്റെ റൂമിൽ കിടന്നു, അവിടെ നല്ല ചൂടാ. ബേബിന്റെ ചൂടുണ്ടാ സൂപ്പറായിട്ട് ഇറങ്ങിയോ? ഉമ്മനെ മിസ് ചെയ്താ? ഞാൻ തന്നെ തോന്നി ഞാൻ പാസ്റ്റ് കാണാൻ ഞാൻ ഉണ്ടായിപ്പോ അത് മാറും ഉണ്ടായിപ്പോ ഞാൻ നോക്കും മാറു തൊടുമ്പോ എന്താ പറയുക ഭയങ്കര സ്കൂഷില്ല ബേബിന്റെ ാണ് ശ്വസിക്കണം. 2 days കൂടുതലാണ്. നമുക്ക് എനിക്ക് ബേബിന്റെ കണ്ണ് കാണണം. ഇന്നലെ സൂപ്പറായിട്ട് ഇറങ്ങിയോ? കറക്റ്റ് മാളൂന് പൊതിഞ്ഞ് കിടത്തിയവരെ പ്രസവിച്ച നേരം മേത്തോട്ട് കിടത്തിയപ്പോ ചക്കീനെ എന്റെ മേത്ത് കിടത്തിയത് അതേ ലുക്ക്. കുളിപ്പിക്കാൻ വേണ്ടി ഇവനെ കിടത്തിയപ്പോ ജോണിക്കുട്ടിനെ കിടത്തിയ അതേ ലുക്ക്. നിങ്ങളുടെ 3 പേരുടെ ലുക്ക് ഇവനുണ്ട്. കണ്ടോ? മുടിയുണ്ടോ? അവൻ കണ്ണ് തുറക്കണ്ടാത്ത പോലെ ഇരിക്കുവാൻ. കണ്ണ് ഓപ്പൺ ചെയ്യണം. ആ ടൈമിലായിരുന്നു ആയത്. ബേബിയുടെ നേരത്തെ വാട്ടർ ബ്രേക്ക് ആയില്ലേ, കുറേ നേരം മണിക്കൂർ ബേബി വാട്ടറിലാകെ കിടന്നുകൊണ്ട് ബേബിക്ക് ഇവിടെയല്ലല്ലോ ചെയ്തത്, ഇവിടെയല്ല ലേബർ വാർഡില്. നിങ്ങൾ എന്താ കഴിച്ചേ? പിള്ളേർക്ക് എന്തെല്ലാം ഭയങ്കര ആശങ്കകളാണ്. നോർമൽ വെയിറ്റ് ആണ്. മമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മ നോർമലാണ്. മമ്മ പുഷ് ചെയ്തോ? ജോണിക്കുട്ടി കരഞ്ഞായിരുന്നു. ബേബി ഉറക്കുക. അമ്മയുടെ കൊടുത്തി കിടക്കണം. അത് ജോണിക്കുട്ടിക്ക് ബേബി കൊടുത്തി കിടക്കണം. തൊടിക്കല്ലോ ചേച്ചീനെ. ഹാപ്പി ആയോ? വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ടേൺ എടുത്ത് കിടക്കാം അല്ലേ? ഒരു ദിവസം മാൾ ചേച്ചി, ഒരു ദിവസം ജപി ചേച്ചി, ഒരു ദിവസം ജോൺ ചേച്ചി. ഹൗ ഡു യു ഫീൽ? ചക്കിക്ക് 2 ദിവസം വേണോ? ചക്കിയുടെ മുഖം കണ്ടിട്ട് 2 ദിവസം വേണം തോന്നുന്നുണ്ടല്ലോ. 1 year എടുക്കാം. 1 yearോ? അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ജോണിക്കുട്ടി മമ്മേനെ അടുത്തിരിക്കുന്നു. നമ്മുടെ ഫാമിലിയുടെ പുതിയ ജേർണിയാണ്. അതെ, ന്യൂ ബേബി ആയിട്ട് അല്ലേ?
നമ്മൾ 6 പേരടങ്ങുന്ന ഒരു കുടുംബമായിട്ടുള്ള പുതിയ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് തുടങ്ങി, ഇപ്പോൾ ഓൾറെഡി തുടങ്ങി. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യണം അല്ലേ? അപ്പം എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ ഡെലിവറി ഒക്കെ സേഫ് ആയിട്ട് നടന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ വായിച്ചു ഒത്തിരി സന്തോഷം തോന്നിട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ ഈ സമയത്തൊന്നും സാധിക്കത്തില്ല. നല്ല ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം. അപ്പം ഇത് നമ്മുടെ ബർത്ത് വീഡിയോ ആയിട്ട് ഇത് മാത്രമാണുള്ളൂ. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വീഡിയോസ് ഒന്നും വരത്തില്ല. നമ്മളിത് തിരക്കാണ്. പിന്നെ ചിക്കുവിൻ്റെ മമ്മി എങ്ങനെ ചിക്കുവിനെ കെയർ ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടി ഞാനും ശ്രമിക്കും. കാരണം അങ്ങനെ തന്നെയാണ് എല്ലാ പ്രവാസികളും അല്ലെങ്കിൽ പുറത്ത് താമസിക്കുന്ന എല്ലാവരും ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 10-30 ദിവസം നല്ല അറ്റ്ലീസ്റ്റ് നല്ല കെയർ ഒക്കെ കൊടുത്ത് ഇവിടെ നമുക്ക് കിട്ടുന്ന നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന എല്ലാ പ്രവാസികളായിട്ടും അത് തന്നെ താമസിക്കുന്നവരെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്നെ ഈ പ്രാവശ്യം സഹായിക്കാനായിട്ട് ജോണിക്കുട്ടിയുണ്ട്, മാളുമുണ്ട്, ചക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മമ്മേനെ നോക്കത്തില്ലേ? അമ്മയ്ക്ക് ഒരു കുറവില്ലാണ്ട് നമ്മൾ നോക്കത്തില്ലേ? അമ്മയെ ആരോഗ്യമായിട്ട് വരേണ്ടത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. അപ്പം എല്ലാവരോടും ഒത്തിരി സ്നേഹം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങൾ എപ്പോഴെങ്കിലൊക്കെ അടുത്ത എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ. ടാറ്റ, ബൈ ബൈ.